ഗൈസ്, വെൽക്കം ടു വ്ലോഗ്സ്. നമ്മളിപ്പോ വടക്കുംപാടുള്ള ഒരു കാളി ചെമ്മൻകെട്ടിലല്ലേ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാളും മാത്രമല്ല 4 പേരുണ്ട്. ഒന്ന് സായുട്ടനും ഷാരൂട്ടനും ഉണ്ട്. ഏട്ടൻ അനിയനൊന്നുമില്ല, പക്ഷെ പേര് ഒരേപോലെ ഉണ്ടെങ്കിലും മീൻ പിടിച്ചിട്ട് ശീലമൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്ക് ശീലമുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് വലിയ സ്രാവിന്, ചെറിയ മീനിന് എനിക്ക് ശീലമില്ല. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അങ്ങനെ ഇവിടെ വന്നിട്ടാണ് കാളി. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വടക്കുംപാട് കാളി പുഴ. അങ്ങനെ തന്നെ കാളി നടിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാളിപ്പുഴയുടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇറ്റാച്ചെല്ലാം വെച്ചാൽ കാണുന്നുണ്ട്. ഇത് കാളി ചെമ്മീൻ കെട്ടിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെന്താ, ഇവിടുന്ന് തന്നെ നമ്മൾ പിടിച്ചിട്ട് ചൂണ്ടയെല്ലാം നമ്മൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചൂണ്ട സെറ്റാക്കാൻ വേണ്ടി ഷാരൂട്ടിനവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഷാരൂട്ടിൻ്റെ അടുത്ത് കാണാം. ഇത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഇടാം. ഇതിങ്ങനെ ഇടാം. വടി വേണ്ടേ? വടി വേണ്ട പോലെ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. ആ വടിയും കൊടുത്തോ. ഹലോ, അപ്പം നമ്മളെ ഷാരൂട്ടനും റിങ്കും കൂടി ഷാരൂട്ടനും ട്രൈ ചെയ്ത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരിക്കൽ പിടിച്ചതല്ലേ എന്ത് മീന് അല്ല, ഞാൻ ഇനി പിടിച്ചിട്ട് എനിക്ക് പിടിക്കാം. മീന് കിട്ടുന്നുണ്ടോ നോക്കിട്ട് ഇവള് വലിയ വലിയ എക്സ്പീരിയൻസ്ഡ് ആള് പറയുമ്പോ ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. അല്ല, വെള്ളം നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എടാ, നമ്മള് കുപ്പിയില് വെള്ളം എടുക്ക്. കുപ്പിയിലുള്ള ഓൾറെഡി നമ്മൾ ഇതിലേക്ക്. അപ്പൊ ഇനി നമുക്ക് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ടുള്ള മൈദ കലക്കാൻ എന്തിനു പറയാ, ഇരയല്ലേ? ഇരനെ പിടിക്കുന്നില്ല തൽക്കാലം, നമ്മള് മൈദനെ കൊണ്ട ചെയ്യുന്നത്. മൈദ കലക്കിയാൽ കിട്ടുന്ന പറയാം. അങ്ങനെ ഷാരൂട്ടൻ ഇതാ വെള്ളം മുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ്. എന്ത് വെള്ളം മുക്കുന്നതിനാ? വെള്ളം മുക്കുന്നതിനല്ല, മീൻ പിടിക്കുന്നതിന്. അപ്പൊ റിങ്കു ഷാരൂട്ടനും സാഹസകരമായി ചെയ്യുന്നുണ്ട്. ഇവർ എത്ര അരക്കിലോ മൈദ വാങ്ങിച്ചേ? ഇനി ഇവൻ കലക്കുന്നാണ്. ഇവൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ് മൈദ. നല്ലോണം കലക്കി ഇവർ ഒരു സ്പൂൺ എടുത്ത് ദോശ ഇടുന്നതായിരിക്കും. അത്രക്ക് നല്ല വെയിലിട്ട് ശരിക്കും ദോശയാവും. നല്ല എന്ത് രസമല്ലേ. ഇതാണ് പ്രകൃതി രമണീയത എന്നെല്ലാം പറയുന്നത്. ഇതാ അല്ലെങ്കിൽ പുഴയും കടലെന്ന് പറയുന്ന പൊതുവേ ഒരു വികാരമാണ്. ഇത് രണ്ട് ഇവരെ ബൈക്ക് ഇതൊരു വികാരമല്ല. ഈ പുഴ, കടല്, ആകാശം, പുഴ ഇതിലൊരു ഒരു പൊതുവെ ഒരു മനസ്സിന് കുളിർമയാകുന്ന ഒരു സംഭവമാണ് അല്ലെ റിങ്കു? ശരിക്കും അല്ലേ? അത് കുറച്ച് തള്ളീന് ആലപ്പുഴ പോയ ഫീലാന്ന് പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് ഒരു ഇതുണ്ട്. ഓക്കെ, എന്നാ ചോദ്യം നമ്മളിപ്പോ കണ്ടോണ്ട് എനിക്ക് നീന്തറിയാം. ഞാൻ പണ്ട് അമേരിക്കൻ ബട്ടർഫ്ലൈ നീന്തലില്ലേ, ഷാരൂട്ടൻ ഞെട്ടിപ്പോയി. അപ്പൊ ഇവര് മൈദ സെറ്റ് ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ഉരുളുന്നില്ല ഗൈസ്. കുറച്ചും കൂടി വെള്ളം കൂട്ട്. വെള്ളം കൂട്ടാനാണെങ്കിൽ നമുക്ക് ദോശ ഇടാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട്. ഇതിനെ ശരിക്കും എന്റെ ഒരു ചെറുതിൽ ഓർമ്മയാണെങ്കിലേ എനിക്കൊന്ന് നിരന്തര തന്നെയല്ലേ ഇടും അല്ലേ? ഞാൻ തൊടൂല. നിരന്തര അല്ല മണ്ണിര, എർത്ത് പോം എന്നെല്ലാം പറയും ഇംഗ്ലീഷില്. മീനിന് വേണ്ടിയിട്ട് മീനിന്റെ ഇരയിൽ കൊടുക്കാൻ ഉയിന്ന് വടി എടുത്തിട്ട് വരുന്ന ഷായൂട്ടനെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അവിടെ ഉയിന്ന് വടി ഇട്ട് നോക്കിയാലോ, മീന് തിന്നോന്ന്. ഉയിന്ന് വടി ഇട്ട് നോക്കോ നോക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ, സായൂട്ട്, ഷാരൂട്ട് ഇവരെല്ലാരും ഉണ്ട്. നമ്മളിത് മൈദ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഉഴുന്നുവട എടുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നുവട മീൻ കൊടുത്തിട്ട് കിട്ടുമോന്ന് അറിയില്ല, ഇരയിട്ടിട്ട്. അല്ല നമുക്ക് നോക്കട്ടാ. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുവരുന്നത് മേക്കപ്പ് മാനിൽ ജയറാം വരുന്ന പോലെ ബാഗ് എടുത്തിട്ട് സായിട്ടം വരുന്നു. അപ്പം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തേക്ക് പോകുന്നതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ നാട്ടുകാർക്കെല്ലാം അറിയായിരിക്കും. ആകാശമെല്ലാം നോക്ക്,
മേഘങ്ങളിൽ ഇങ്ങനെ മുറ്റി ഉരുമിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇറ്റാച്ചി JCB. ഇതെന്നാ ഇറ്റാച്ചിയാ? ഇത് വെള്ളത്തിലോട്ട് പോകുന്ന ഇറ്റാച്ചി എന്നാണ് ഷാരൂട്ടൻ പറയുന്നത്. പിന്നെ നല്ല അടിപൊളി സ്ഥലം, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പൊള്ളി സ്ഥലം. ഓക്കെ ഓക്കെ പറയണേ. കൂന്തല് അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ കൊളുത്തിട്ട് ഇതിലിട്ടിട്ട്. വേണ്ട വേണ്ട, അവർ കഷ്ടപ്പെട്ട് പിടിച്ച അപ്പുറത്ത് പോണല്ലേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പിടിക്കാൻ പോകുന്നതാണ്. റിങ്കു അത് അങ്ങ് എത്തിയിട്ടുണ്ട്, എല്ലാ ആളെപ്പോലെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈടുന്ന് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ അയ്യായിരം. അപ്പൊ ഇവിടെ ചൂണ്ടിയിടാൻ പോവുകയാണ് ഗൈസ്. ഗൈസ്, റിങ്കു ഇട്ടിട്ടുണ്ട്. മീന് പിടിച്ചിട്ടുണ്ട്, സത്യം പിടിച്ചിട്ടുണ്ട്. മീന് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നോക്കാം, കാരണം ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടാവില്ലേ. എന്തെങ്കിലും ആരെങ്കിലും വേസ്റ്റോ കച്ചറ ഇങ്ങനെ ചെമ്പല്ലി അല്ല, ഇതെന്ത് മീനാ? ചെമ്പല്ലി ഒരു മീൻ ഇവിടെ വെക്ക്. സഹായിച്ചത് കഴിച്ചാൽ മേടിച്ച് സെറ്റ് സാധനം. പ്ലാസ്റ്റിക് മീനാവും അവിടെ കാണി. അവര് ശരിക്കും കാണാൻ അല്ല, പ്ലാസ്റ്റിക് അല്ല, ഇത് ഒറിജിനൽ അല്ല. പ്ലാസ്റ്റിക് അല്ല, ഇതിന്റെ പേര് ശരിക്കൊന്ന് കിട്ടുമോ നോക്കാം. വീണ്ടും മീനെ പിടിക്കാൻ വന്നാ ഇട്ടാ മതി. സമയം വെയിറ്റ് ചെയ്യണം, അത്ര തന്നെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ചൂണ്ടിയിട്ടിരിക്കുകയാണ്. ഇതിലെന്തായാലും മീൻ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. One hour later. 2 hours later. 3 hours later. മീന് തിന്നതാണല്ലോ, വെള്ളത്തിൽ പോയതാണോ? അപ്പം നമ്മൾ മീൻപിടുത്തത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉടായ്പ മീൻപിടുത്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പിടിച്ച മീനുള്ള ഗൈസ്. ഈ മീൻ നമ്മൾ അവിടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു, വല വിരിക്കുന്നുണ്ടായിരുന്നു. അയ്യേട്ടൻ പിടിച്ച മീനിൽ നിന്ന് ഒരു മീൻ അന്തസ്സായിട്ട് ചോദിച്ചു വാങ്ങിയിട്ട്, നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും മീൻ തരുമോയെന്ന് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് അത് ഇതിൽ ചൂണ്ടയിൽ കോർത്തിട്ട് നമ്മൾ മീൻ കിട്ടി ഗൈസ് നട്ട് കുക്കിയും വിളിയിലാക്കിയിട്ടില്ല. ആ സംഭവം, ആ മീനാത്. അപ്പം ഈ അവസരത്തിൽ ഞങ്ങൾ എന്താ പറയുക, നന്ദിപൂർവ്വം ആ മീൻ തന്ന സഹായിച്ച ഏട്ടനെ സ്മരിക്കുന്നു.